രാവിലെ ഗംഗ എന്നോട് പോലും പറയാതെ അമ്മയുടെ കൂടെ എവിടെ പോയതാ? നമ്മൾ രണ്ടുപേരും കൂടി എവിടെ പോയതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയും? ജോത്സനെ കാണാൻ പോയതാന്ന് പറഞ്ഞ പോരെ? അങ്ങനെ പറയരുത്. നമ്മള് ജോത്സിനെ കണ്ട കാര്യം മറ്റാരും അറിയണ്ട. ആര് ചോദിച്ചാലും ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞാൽ മതി. ഹോസ്പിറ്റലിലോ? അതെ, ഞാൻ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തെന്നും നീ എന്റെ കൂടെ കൂട്ടുവന്നാണെന്നും പറഞ്ഞാൽ മതി. അപ്പൊ മഹിയേട്ടൻ ചോദിച്ചാലോ? മഹി ചോദിച്ചാലും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഹലോ ഗംഗ. ഹലോ മഹിയേട്ടാ. ഗംഗ എന്തൊന്നും മിണ്ടാത്തത്? അമ്മയും ഗംഗയും കൂടി ഇവിടെ പോയതാ? അത് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയതാ. ഇന്ന് ചെല്ലാൻ പറഞ്ഞിരുന്നു. എന്നെ മഹിയേട്ടന്റെ അമ്മ കൂട്ടിനെ വിളിച്ചതാ. ഓ, അതായിരുന്നു. അമ്മ എന്താണാവോ എന്നോട് പറയാതിരുന്നത്? അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയാനല്ലോ. ചിലപ്പോ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാവൂ. ആയിരിക്കും. ഗംഗേ, ഞാനൊന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വരാം. നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാം. ആളു സ്കൂളിലേക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പോയത് വാങ്ങാം. ആളിന് വലിയ സന്തോഷമാവും. ശരി മഹിയേട്ടാ. അപ്പോ ഞാൻ വരുമ്പോഴേക്കും രണ്ടുപേരും ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കണം. ശരി. ഓക്കെ. നമുക്കൊന്നിച്ച് പുറത്തു പോവാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ നമുക്കിന്ന് അടിച്ചു പൊളിക്കണം. സ്കൂളിലെല്ലാരും അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയാ എല്ലാം വാങ്ങിത്തന്നേന്നൊക്കെ പറയുമ്പോ എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഇപ്രാവശ്യം തൊട്ട് എനിക്കും പറയാലോ, ഞാനും എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയ എല്ലാം വാങ്ങിച്ചേന്ന്. മാളു, എന്റെ മാളുവിന് എല്ലാരും ഉണ്ട്. മാളു ഇനി ഒന്നിനും വിഷമിക്കരുത് കേട്ടോ? ഇല്ല. മിടുക്കി. നമുക്ക് വൈകിട്ട് പോകേണ്ടതല്ലേ? അതിനു മുൻപ് ഞാൻ ജോലികളൊക്കെ തീർക്കട്ടെ. ഓക്കെ. എന്റെ മോൾക്ക് എന്നും ഈ സന്തോഷം ഉണ്ടാവണം. അവളുടെ മുഖത്ത് എന്നും ഈ പുഞ്ചിരി ഉണ്ടാവണം. അതിന് എന്നും നീ കൂടെ ഉണ്ടാവണം ഗംഗേ. എന്തായാലും ഗംഗയ്ക്ക് അങ്ങനെ ഒരു ലോക്ക് ഇട്ടത് നന്നായി. മഹിക്ക് ആപത്ത് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവള് ശരിക്കും ഭയക്കും. മഹിക്ക് ഒന്നും പറ്റാതെ നോക്കേണ്ടത് അവളുടെ കടമയാണെന്ന് അവൾക്കറിയാം. പിന്നെ മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവൾ ഇവിടെ നിന്ന് പുറത്താകുമെന്നും അവൾക്കറിയാം. അക്കാര്യത്തിൽ എനിക്കത്ര ഉറപ്പൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ബുദ്ധി ആ ഗംഗയ്ക്കുണ്ട്. പല അവസരങ്ങളിലായി അവളത് തെളിയിച്ചതുവാ. ഇപ്പൊ സംഭവിച്ചതെല്ലാം ഗംഗയും മുത്തശ്ശിയും കൂടെ പ്ലാൻ ചെയ്ത് നമ്മളെ മണ്ടരാക്കിയതാണെങ്കിലോ? മഹിയേട്ടന്റെ സ്വത്തുക്കള് സ്വന്തമാക്കാൻ അവര് നടത്തിയ നാടകമാണെങ്കിലോ? അങ്ങനെയായിരിക്കാൻ സാധ്യതയില്ല.
ജാനകിയമ്മ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവരൊരിക്കലും മണ്ഡപത്തിൽ വെച്ച് മഹിയോട് അങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു. അതവരുടെ വലിയ കള്ളത്തരമാണെങ്കിലോ? നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാനാണ് ജാനകിയമ്മ അങ്ങനെ ഒരു നാടകം കളിച്ചതെങ്കിലോ? അവരെന്ത് നാടകം കളിച്ചതാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടിയല്ലല്ലോ ജോലിസിന്റെ അടുത്ത് കൊണ്ടുപോയതും ഇത്രയൊക്കെ പറഞ്ഞൊപ്പിച്ചതും. അതുകൊണ്ട് മാത്രം ആയില്ല ആന്റി. ഗംഗ ഇനിയും വിശ്വസിച്ച നമ്മൾ ഇനിയും മണ്ടരായി പോവും. പലപ്പോഴും അവളെ വില കുറച്ച് കണ്ടതുകൊണ്ടാ നമ്മളിപ്പോ ഈ അവസ്ഥയിലെത്തിയത്. ഇനി അത് സംഭവിക്കരുത്. നമ്മുടെ നോട്ടക്കുറവുകൊണ്ട് അവരൊരിക്കലും ഒന്നിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഗംഗയുടെ നിഴല് പോലെ ഞാൻ കൂടെ ഉണ്ടാവും. 3 മാസം അവരൊന്നിച്ച് കഴിയരുതെന്നല്ലേ ജോത്സ്യം പറഞ്ഞേ? അതെ, അതിനു മുമ്പ് രണ്ടുപേരെയും തമ്മിൽ പിരിക്കണം. അതിനുവേണ്ടി 3 മാസത്തെ മുഹൂർത്തം ഒന്നും നോക്കണ്ട. നാളെ എങ്കിൽ നാളെ തന്നെ അവൾ ഇവിടുന്ന് കെട്ടുകെട്ടിക്കേണ്ട വഴി നോക്കണം. അതെ, ഗംഗ ഇവിടുന്ന് പടിയിറങ്ങിയാലേ എന്റെ മോൾക്കൊരു ജീവിതമുള്ളൂ. അവൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടത് എന്താന്ന് വെച്ചാ ഉടനെ ചെയ്യണം. അതിനുവേണ്ട എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. പക്ഷേ മഹിക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അത് ശരിയാ. മഹിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആവും. അവന് അത്രയ്ക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താലികെട്ടിന്റെ സമയത്ത് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എത്ര പ്രതീക്ഷയോടെയാ ഞാൻ ഇത്തവണ മണ്ഡപത്തിൽ കയറി ഇരുന്നതെന്നറിയോ? ഗൗരിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കല്യാണം നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. എന്നിട്ടും താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പ് മഹിയേട്ടൻ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല സംഭവിച്ചത്. അതുകൊണ്ട് ഇനി അതോർത്ത് ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളെ കൊണ്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് നോക്കാം. നോക്കിയാ പോരെ നാത്തോനെ. അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കണം. എന്നിട്ട് മഹിയുടെ ഭാര്യയായി എന്റെ മകൾ ഈ വീട്ടിലുണ്ടാവണം. അതിന് വേണ്ടതെല്ലാം നമ്മൾ ഇന്നു മുതൽ ചെയ്യും. എത്രയും പെട്ടെന്ന് ഗംഗയെ നമ്മൾ ഇവിടുന്ന് കെട്ടിവെട്ടിക്കും. മഹിക്കെന്താ ഓഫീസിൽ ഇരിപ്പറയ്ക്കുന്നില്ലേ? നേരത്തെ വന്നല്ലോ. ഗംഗ എവിടെ അമ്മേ? അകത്തുണ്ട്. മോനെന്താ ഇന്ന് നേരത്തെ? ആ, മാള് വിളിച്ചിരുന്നു. അവൾക്ക് ഞങ്ങൾക്കിപ്പോൾ പുറത്തു പോകണമെന്നൊരു വാശി. ഓ, പിന്നെ ഒരുപാട് നാളുകളായി സിനിമയ്ക്ക് പോകുന്നതിനെ കുറിച്ചും പറയുന്നു. എങ്കിൽ പിന്നെ അതും കൂടെ ചെയ്യാമല്ലോ എന്ന് കരുതി. അത് വളരെ നന്നായി. കല്യാണം കഴിഞ്ഞിട്ട് മോനും ഗംഗയും പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. അതുകൂടി നടക്കട്ടെ. അതെ അമ്മേ, അതുകൂടെ കരുതിയാ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രേയ കൂടി വരട്ടെ. അവളിവിടെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കല്ലേ? അത് ശരിയാ, ഞാനും കൂടെ വരാം മഹേട്ടാ. അത് വേണ്ട. ഇവര് ഭാര്യയും ഭർത്താവും കൂടി തനിയെ പോകുന്നിടത്ത് ശ്രേയ എന്തിനാ? അതിന്റെ ആവശ്യമില്ല. അതിനെന്താ നാത്തൂനെ? അവര് തനിച്ചല്ലല്ലോ, മാളും കൂടെ പോകുന്നില്ലേ? അതിന് ശ്രേയയ്ക്ക് പോണെങ്കിൽ നാത്തൂൻ അവളെ കൊണ്ടുപോകും. അതാ നല്ലത്. നീ ഇതുവരെ റെഡിയായില്ലേ? മഹേട്ടന് ഇത്ര വേഗം വരുമെന്ന് കരുതിയില്ല. എന്റെ ജോലികളും തീർന്നതേ ഉള്ളൂ. നീ എന്തിനാ ഗംഗ ജോലിയൊക്കെ ചെയ്യുന്നത്? അതിനിവിടെ സീമയില്ലേ? എന്തിനാ അമ്മ ഗംഗയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്? അയ്യോ മോനെ, ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഗംഗ ജോലി ചെയ്യുന്നത്. ഇല്ല മഹേട്ടാ, ആരും പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ പതിവായി ചെയ്യുന്ന ജോലികൾ ചെയ്തേ ഉള്ളൂ. ചിലപ്പോ മഹിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കാൻ വേണ്ടിയാവും ജോലിയൊക്കെ ചെയ്യുന്നേ.
അതെ, അല്ലെങ്കിലും പണ്ട് മുതലേ ഈ നാടകം കളി ഗംഗയ്ക്കുള്ളതാണല്ലോ. നിങ്ങൾ എന്തിനെങ്ങനെ ഓരോന്ന് പറയുന്നത്? ഗംഗ പറഞ്ഞത് നിങ്ങളും കേട്ടില്ലേ? ആരും പറഞ്ഞിട്ടല്ല അവള് ജോലി ചെയ്തെന്നല്ലേ അവള് പറഞ്ഞത്. മഹി, ഇവര് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. നിങ്ങൾ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വേഗം പോകാൻ നോക്ക്. ഗംഗേ, നീ വേഗം റെഡിയായി വാ. ശരി മഹേട്ട. ഇത് ശരിയാവില്ല ആന്റി. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തകർത്തിട്ട് ഇവരെങ്ങനെ കറങ്ങി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന മണ്ടത്തരോ? ഇതുകൊണ്ട് മഹിയുടെ ദേഷ്യം പിടിച്ചു പറ്റാൻ മാത്രമേ സാധിക്കൂ. ബുദ്ധിപൂർവം വേണം ഗംഗയും മഹിയും തമ്മിൽ അകറ്റാൻ. അതൊക്കെ ശരിയാ. പക്ഷെ നമ്മളിങ്ങനെ സാവകാശം കൊടുക്കുമ്പോ ഇവര് കൂടുതൽ അടുക്കുകയല്ലേ ചെയ്യുന്നേ. ഈ പോക്ക് ഞാൻ മുടക്കും. എന്റെ മോളുടെ എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തിയിട്ട് അവൾ അങ്ങനെ സുഖിക്കേണ്ട. അമ്മ എന്ത് ചെയ്യാനാ പോകുന്നേ? അതൊക്കെ നീ കണ്ടോ. ആ വേലക്കാരിയെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ എന്തായാലും ഈ വീടിന് പുറത്തിറങ്ങില്ല. സൂക്ഷിച്ചു വേണം. പണി നിങ്ങൾക്ക് തിരിച്ചു കിട്ടരുത്. മോളെ, നാത്തൂനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവര് ഓന്തിനെ പോലെയല്ലേ നിറം മാറുന്നേ. മഹിക്ക് മുന്നിൽ എന്തൊരു അഭിനയമായിരുന്നു. അത് ശരിയാ. സിനിമയ്ക്ക് ഞാൻ കൂടെ ചെല്ലെന്ന് പറഞ്ഞപ്പോ മഹിയേട്ടനല്ല ആന്റി എതിര് പറഞ്ഞത്. സത്യത്തിൽ ആന്റി നമ്മുടെ കൂടെ ആണോന്ന് എന്റെ സംശയം. എടി മോളെ, നീ ഇതുകൊണ്ടൊന്നും പേടിക്കണ്ട. ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ കൂടെ അമ്മയുണ്ട്. നീ അമ്മയെ വിശ്വസിക്കും. ആ വേലക്കാരി നിന്റെ മുന്നിലൂടെ മഹിക്കൊപ്പം ഞെളിഞ്ഞ് ആഘോഷിക്കാൻ പോവില്ല. അത് മതി എനിക്ക്. സീമ ഇതുവരെ പോയില്ലേ? അതിന് ഞാൻ പോവാൻ സമയമായില്ലല്ലോ. ആണോ? ദേവയാനി സീമയോട് ഇന്ന് നേരത്തെ പോയിക്കൊള്ളാൻ പറഞ്ഞിരുന്നു. എന്നോട് കുറച്ചു നേരം മുമ്പേ പറഞ്ഞതാ. സീമയോട് പറയാൻ ഞാൻ ശ്രേയെ ഏൽപ്പിച്ചതാ. അവളത് പറയാൻ മറന്നു കാണും. ജോലിയെല്ലാം തീർന്നില്ലല്ലോ മാഡം. അതൊന്നും സാരമില്ല, ബാക്കിയൊക്കെ നാളെ ചെയ്യാം. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗംഗ തീർത്തു വെച്ചോളൂ. എല്ലാരും കൂടി എവിടേക്കോ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാവും സീമയോട് നേരത്തെ പോയിക്കൊള്ളാൻ പറഞ്ഞേ. ഇനി ഞാനത് പറയാൻ താമസിച്ചത് കൊണ്ട് സീമ പോയില്ലെന്നറിഞ്ഞാ ദേവയാനി എന്നെയാവും വഴക്ക് പറയാ. ദേഷ്യം വന്ന നാത്തൂന്റെ സ്വഭാവം മഹാമോശം. അത് സീമയ്ക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അറിയാം. ആ, എന്നാ പിന്നെ ഇനി സമയം കളയണ്ട, സീമ വേഗം പൊയ്ക്കോ. സീമ എന്താ ആലോചിക്കുന്നേ? അല്ല, സാധാരണ വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും എന്നെ പോവാൻ സമ്മതിക്കാറില്ല. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്ന് ആലോചിച്ചതാ. ഞാൻ പറഞ്ഞത് സീമയ്ക്ക് വിശ്വാസമായില്ലെങ്കിൽ ദേവയാനിയോട് പോയി നേരിട്ട് ചോദിച്ചിട്ട് പോയിക്കോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നേരത്തെ പോവാൻ പറ്റുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അത്രയും നേരം എനിക്ക് വീട്ടിലിരിക്കാലോ. ആ, എങ്കി പിന്നെ മടിച്ചു നിൽക്കുന്നത് എന്തിനാ? കിട്ടുന്ന സമയം എൻജോയ് ചെയ്യണം. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടും പങ്ക് ഉപയോഗിച്ചോണം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇതൊക്കെ അടുക്കി വെച്ചിട്ട് ഇറങ്ങാം അല്ലേ? ഏയ്, അതൊന്നും വേണ്ട. അതൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഒന്നും അടുക്കി പെറുക്കണ്ട. സീമ പൊയ്ക്കോ. സീമ പൊയ്ക്കോ. ആ, സീമ പോയല്ലോ അല്ലേ?
ഇത്രയും പണിയാ ഗംഗ പെട്ടെന്ന് തീർക്കും. ഇത് പോരാ. ആ ഗംഗ 2 ദിവസം നിന്ന് ജോലി ചെയ്താലും തീരരുത്. ഇത് വൃത്തികേടാക്കാൻ ഇത്രയും പാടാണെങ്കിൽ ഇത് വൃത്തിയാക്കാൻ അവള് നല്ല പണിയെടുക്കേണ്ടി വരുമല്ലോ. എടുക്കട്ടെ, നല്ല കട്ട പണിയെടുക്കട്ടെ. ഗംഗ, ഗംഗേ, അവളിപ്പൊ പുറത്തേക്ക് പോകാൻ റെഡിയാവുമായിരിക്കും. എന്റെ മോളുടെ സന്തോഷമാണ് നീ തട്ടിയെടുത്തത്. എന്റെ മോൾക്ക് കിട്ടാത്ത സന്തോഷം നീയും അങ്ങനെ അനുഭവിക്കണ്ടടി. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നീ സന്തോഷിക്കില്ല. നിന്നെ ഞാൻ ശരിക്കും വിഷമിപ്പിക്കും. ഒരൽപ്പം പോലെ സാധാപം ഞാനതിൽ കാണിക്കില്ല. ഗംഗേ, എടി ഗംഗേ, നീ ഇതെന്തെടുക്കുക? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക? ഞാൻ മഹേട്ടന്റെ മാളുവിന്റെയും കൂടി പുറത്തു പോവാൻ റെഡിയാവാൻ തുടങ്ങായിരുന്നു. വീട്ടിലെ ജോലിയെല്ലാം തീർക്കാതെയാണോ കറങ്ങാൻ പോകുന്നേ? അതൊക്കെ സീമേച്ചി ചെയ്തോളില്ലേ? സീമയൊക്കെ പോയിട്ട് സമയം എത്രയെന്ന് വിചാരിച്ചിട്ടാ? അവളിപ്പോ അവളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. നിനക്ക് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഈ വീട്ടിലെ ഗൃഹനായിക നീയാ ഇപ്പോ. അപ്പോ അടുക്കള ഒതുക്കേണ്ടതും നിന്റെ ജോലിയാ. അത് ചെയ്യാതെ അതെല്ലാം ബാക്കിയുള്ളവർ ചെയ്തോട്ടെ എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അത് ചെയ്ത് തീർത്തിട്ട് നീ എവിടാന്ന് വെച്ചാ പോയാ മതി കേട്ടോ. എടി, നിന്ന് കണ്ണു മിഴിക്കാതെ പോയി ജോലി തീർക്കാൻ നോക്കടി. എന്റെ ശ്രീമഹേശ്വര, ഇന്ന് രാത്രി വരെ ചെയ്താലും ഈ ജോലികളൊന്നും തീരില്ലല്ലോ. മാളു അങ്ങോട്ട് പോയിക്കോ, ഞാൻ ഈ ജോലി തീർത്തിട്ട് വേഗം വരാം. ലേറ്റ് ആയാലും അച്ഛൻ പിണങ്ങാൻ കഴിഞ്ഞേ. ഗംഗ വാ, നമുക്ക് പോവാം. ഞാൻ വേഗം വരാം മാളു. മോള് ചെല്ല്. നമ്മൾ സംസാരിച്ചെന്നാലേ വീണ്ടും വൈകും.
എന്റെ മോളെ സങ്കടപ്പെടുത്താനാ ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നത്. ഞാനിവിടെ ഉള്ളപ്പോ അത് നടക്കില്ല. ഗംഗേ, നീ ഇതുവരെ പോയില്ലേ? ഇല്ല, അതെന്താ പോകാഞ്ഞേ? സീമേച്ചി പോയിന്നാ ഞാൻ കരുതിയത്. അതാ ഞാനിതെല്ലാം വൃത്തിയാക്കാൻ കയറിയത്. ശേ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന നീ കരുതുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോയി റെഡിയാവാ. ശരി, വലിയ ഉപകാരം സീമേച്ചി. മഹേട്ടനും മാളും ഞാൻ ചെല്ലുന്നതും കാത്തു നിൽക്കായിരുന്നു. ആണോ? എന്നാ വേഗം ചെല്ലേ.